ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പണ്ട് ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ചില സുഹൃത്തുക്കൾ ഇംഗ്ലീഷിൽ വളരെയധികം പ്രാവീണ്യമുണ്ടെന്ന് ഞാൻ കരുതിയിട്ടുള്ള, ശരിക്കും പ്രാവീണ്യമുള്ളവർ തന്നെയാണ്, അവർ പറഞ്ഞിട്ടുണ്ട്. ചില പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് പറയും, ഓ ദിസ് ഈസ് പെർഫെക്റ്റ് എന്ന് പറയും. എന്താ അതിന് കാരണമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ചില ന്യായങ്ങളുണ്ട്. ദിസ് ബുക്ക് ഈസ് മോസ്റ്റ്ലി റിട്ടൺ ഇൻ പെർഫെക്റ്റ് ടെൻസ് എന്ന്. വെറുതെ അബദ്ധപരമായുള്ള ഒരു ചിന്തകളാണ്. പെർഫെക്റ്റ് ടെൻസിൽ എഴുതിയത് കൊണ്ട് അത് പെർഫെക്റ്റ് ആണ് അത്രേ. അങ്ങനെ എങ്ങനെയാണെന്ന് അറിയില്ല, അങ്ങനത്തെ ഒരു ചിന്ത അവർക്ക് വന്നു പെട്ടിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ വേറെ ചില സമയത്ത് മറ്റു ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഹിസ് ലാംഗ്വേജ് ഈസ് വെരി പവർഫുൾ എന്ന്. അതെന്താ റീസൺ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഒരു ഇൻക്വിസിറ്റീവ് മൈൻഡുള്ള ആളാണ്, ഈ ഭാഷാപരമായിട്ടുള്ള കാര്യത്തിലും അല്പം ഈ ആധ്യാത്മികമായിട്ടുള്ള വിഷയത്തിലൊക്കെ. അപ്പൊ ഞാനൊരല്പം ഡിസ്റ്റൻസ് ഇട്ട് നേരിട്ട് രംഗത്ത് ഇടപെടില്ലെങ്കിലും ഞാനൊരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഞാൻ ഇതൊക്കെ ഉള്ളുകളികൾ അറിയാൻ ശ്രമിക്കും. അങ്ങനെ ഒരു മനസ്സുള്ളത് കൊണ്ട് ഞാൻ ഇടയ്ക്കിട്ടൊക്കെ ചോദിക്കും, എന്തങ്ങനെ ഇത് പവർഫുൾ ലാംഗ്വേജ് ആണെന്ന് പറയാൻ കാരണം എന്ന് ചോദിക്കും. അപ്പൊ അവർ പറഞ്ഞിട്ടുള്ള ഒരു ന്യായമാണ്, ഷീ യൂസസ് മോസ്റ്റ്ലി പാസീവ് വോയിസ് എന്ന്. അപ്പൊ ഇത് ഇംഗ്ലീഷ് അറിയാത്ത പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റായ സന്ദേശമാണ് ശരിക്കും കൊടുക്കുന്നത്. നമ്മൾ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നതിന് പ്രത്യേകം വ്യക്തമായ റീസൺസ് ഉണ്ട്. അപ്പോഴല്ലാതെ ചുമ്മാ പെർഫെക്റ്റ് ടെൻസ് പറയാൻ പറ്റില്ല. പാസീവ് വോയിസ് ഉപയോഗിക്കുന്നതിനും വ്യക്തമായ നിയമങ്ങളും കാരണങ്ങളും ഉണ്ട്. അവിടെ ഒന്നും പാസീവ് വോയിസ് മാറ്റി ആക്റ്റീവോ, ആക്റ്റീവ് വോയിസ് മാറ്റി പാസീവോ പറയാൻ സാധിക്കില്ല. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഇവർ ഇത്തരം നിഗമനങ്ങളിൽ എത്തിച്ചേർന്നത് എന്നുള്ളത് എനിക്ക് പലപ്പോഴും ആശ്ചര്യമുണ്ടാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. നമ്മൾ പൊതുവെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഷുഡും ഷുഡിന്റും ആ പോസിറ്റീവ് ആയിട്ടുള്ളതും നെഗറ്റീവ് ആയിട്ടുള്ള സ്ട്രക്ചറുകളിലാണ് കൂടുതൽ പരിശീലനങ്ങൾ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസിൽ നമ്മൾ ടെക്നിക്കലി പഠിച്ചു പോകും, പക്ഷേ പ്രയോഗതലത്തിൽ നമ്മൾ അങ്ങോട്ട് ആപ്ലിക്കേഷൻ വരില്ല. നിങ്ങൾ എന്നൊന്ന് ചോദിച്ചു നോക്കുക, ഒന്ന് ചോദ്യം ചോദിച്ചു നോക്കുക. ഷുഡ് യു ബി, നിങ്ങൾ ഇങ്ങനെ ആവേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ ഇങ്ങനെ ആവണോ? നിങ്ങൾ ഇത്രയും ആത്മാർത്ഥത കാണിക്കേണ്ട കാര്യമുണ്ടോ? ഇത്രയും ആത്മാർത്ഥതയുള്ളവനാവണോ? ഷുഡ് യു ബി സോ സിൻസിയർ? കണ്ട, ഷുഡ് യു ബി. ഇവിടെ നമ്മൾ ചോദ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സൂത്രമുണ്ട്. നമ്മൾ ഇത്തരം ചോദ്യങ്ങൾ എങ്ങനെ ചോദിക്കുക എന്നുള്ളൊരു സംശയം പലപ്പോഴും ഈ പഠിക്കുന്ന ആൾക്കാർ ചോദിക്കുന്നതാണ്. അവർ പറയും, ഇതെങ്ങനെ ചോദിക്കുക, അതിന്റെ എന്താണ് കറക്റ്റ് ഇംഗ്ലീഷ് വാക്കെന്നൊക്കെ ചോദിക്കും. അപ്പൊ അതിനൊരു ഈസി സൊല്യൂഷൻ ഉണ്ട്. നിങ്ങളത് അതിന്റെ ഒരു ആൻസർ മലയാളത്തിൽ പറയാ. ഇപ്പൊ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ തന്നെ നോക്കാം. നിങ്ങൾ ഇത്രയും സിൻസിയർ ആവണോ എന്നൊരു ചോദ്യം, പക്ഷെ അത് പ്ലെയിൻ ആക്കി പറയാ. നിങ്ങൾ ഇത്രയും സിൻസിയർ ആവണം. വേണ്ട, നേരത്തെ ചോദ്യമല്ലേ, സിൻസിയർ ആവണോ, അത് പ്ലെയിൻ ആക്കുക, സിൻസിയർ ആവണം. അപ്പൊ ഇവിടെ ആ പ്ലെയിൻ സ്റ്റേറ്റ്മെന്റിനും ക്വസ്റ്റ്യൻസിനും രണ്ട് ട്യൂണാണ്, രണ്ട് ടോണാണ്. ആൻസർ പറയുമ്പോൾ താഴോട്ടുള്ള മൂവ്മെന്റ് ആൻസർ. ക്വസ്റ്റ്യൻ പറയുമ്പോൾ ഒരു കയറ്റം, ഒരു അസെൻഡിങ് ടോണാണ്. ഷുഡ് യു ബി, അങ്ങനെ ആവണോ, ആവണം. ഉത്തരം പറയുമ്പോൾ എപ്പോഴും ഡൗൺ, ആവണം, പോകണം, ചെയ്യണം, ഇരിക്കണം. അത് ചോദ്യമാകുമ്പോഴോ ആവണോ, ഇരിക്കണോ, വെയിറ്റ് ചെയ്യണോ, നിൽക്കണോ, അങ്ങനെ കണ്ട ആ ഒരു അസെൻഡിങ് ഓർഡറിലാണ് ചോദ്യങ്ങളൊക്കെ. അപ്പൊ ഈ ചോദ്യങ്ങൾ ഇങ്ങനെ അസെൻഡിങ് ഓർഡറിലാവുന്നത് കൊണ്ടാണ് അതിന്റെ കറക്റ്റ് വാക്ക് ഏതാണെന്ന് ചോദിച്ച് സംശയങ്ങൾ വരുന്നത്. അപ്പൊ അങ്ങനെ ചോദ്യങ്ങൾ വരുമ്പോൾ ആ ചോദ്യഭാവം, ആ അപ്വേർഡ് മൂവ്മെന്റ്സ്, അസെൻഡിങ് ഓർഡർ നിങ്ങൾ മാറ്റിയിട്ട് അതിനെ പ്ലെയിൻ ആക്കി പറഞ്ഞു പഠിക്കുക. നിങ്ങൾ ഇങ്ങനെ ഇത്തരം സിൻസിയർ ആവേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ സിൻസിയർ ആവേണ്ട കാര്യമുണ്ട്, നിങ്ങൾ ഇങ്ങനെ സിൻസിയർ ആവണം എന്ന് ആദ്യം പ്ലെയിൻ ആയിട്ട് പറയാ. അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് നമുക്ക് എളുപ്പം കിട്ടും. നിങ്ങൾ ഇങ്ങനെ സിൻസിയർ ആവണം എന്ന് പറയുമ്പോൾ അത് ഷുഡാണ് കേട്ടോ. അപ്പൊ യു ഷുഡ് ബി സിൻസിയർ എന്ന് കിട്ടിയില്ലേ. പിന്നെ ആ ഷുഡിന്റെ ഫ്രണ്ടിൽ വെച്ചാൽ ചോദ്യമായി, ഷുഡ് യു ബി സിൻസിയർ. പക്ഷെ ഷുഡിനെ ഫ്രണ്ടിൽ വെച്ചത് കൊണ്ട് മാത്രം അത് നല്ല ചോദ്യമാവില്ല, അത് ടെക്നിക്കലി ചോദ്യമാവും, പക്ഷെ ഇമോഷണലി അത് ചോദ്യമാവില്ല. ഷുഡ് യു ബി സിൻസിയർ അത് ടെക്നിക്കലാണ്. ഷുഡ് യു ബി സിൻസിയർ, ആ ഒരു അപ്വേർഡ് മൂവ്മെന്റ്സ്, ഒരു കയറ്റത്തിന്റെ ഒരു ഫീലിംഗ്, ആ ക്വസ്റ്റ്യൻ ടോൺ കൂടെ വന്നാലാണ് ആ കറക്റ്റ് ചോദ്യം വരുള്ളൂ. അപ്പൊ ഇങ്ങനെ ആ ചോദ്യത്തിന് ആ ഭാവം, നമ്മുടെ പഠനത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ ഭാവം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് മലയാളത്തിൽ ആദ്യം ഒന്ന് പ്രയോഗിക്കാൻ പറയുന്നത്. നിങ്ങൾ ഇത്രയും സിൻസിയർ ആവേണ്ട കാര്യം ഉണ്ടോ? കണ്ട, ആ മുഖമൊക്കെ ചുളിഞ്ഞ കറക്റ്റ് ഒരു ചോദ്യഭാവം വന്നില്ലേ മലയാളത്തില്? അത് മലയാളത്തിലെ ആദ്യം വരൂ, സമൃദ്ധമായിട്ട് വരൂ. അതുകൊണ്ട് മലയാളത്തിൽ ആദ്യം ഒന്ന് ചോദിക്കുക. ടെക്നിക്ക് പിടികിട്ടി, സ്ട്രക്ചർ പിടികിട്ടി, ഷുഡ് യു ബി ആണ് സ്ട്രക്ചർ എന്ന് മനസ്സിലായി എങ്കിൽ അതിനൊന്ന് ശരിക്കും ഒന്ന് കീഴ്പ്പെടുത്താം. എങ്ങനെ? നിങ്ങൾ ഇത്രയും സിൻസിയർ ആവണോ, ഇത്രക്കും സിൻസിയർ ആവേണ്ട കാര്യമുണ്ടോ, അങ്ങനെ ശരിക്കും അങ്ങോട്ട് ഫീൽ ചെയ്ത് അങ്ങനെ മൂന്നാലോട്ടം ചോദിക്കുക. അപ്പൊ നിങ്ങളുടെ മുഖഭാവം ഒന്ന് ശ്രദ്ധിക്കുക.
ഇത്തരം പരിശീലനം ചെയ്യുമ്പോൾ ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം നിങ്ങൾ ഇംഗ്ലീഷിൽ നേരിട്ട് പറയുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഇമോഷൻ മുഖത്ത് വരുന്നത്, അത് മലയാളത്തിൽ പറയുമ്പോൾ നിങ്ങളുടെ ബോഡി എങ്ങനെ ചലിക്കുന്നു, അതേ മൂവ്മെന്റ്സും ഇമോഷൻസും ഇംഗ്ലീഷിൽ എന്തുകൊണ്ട് കിട്ടുന്നില്ല, ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് ഈ പഠനത്തിൽ വേണ്ട പോരായ്മകൾ പരിഹരിച്ച് മുന്നേറാൻ വളരെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് അത്തരം ടെക്നിക്കൽ സാധ്യതകളൊക്കെ ഉപയോഗപ്പെടുത്തുക. ഒരു കണ്ണാടിയുടെ മുമ്പിൽ ഒന്ന് ചോദിക്കുക, നിങ്ങളിങ്ങനെ സിൻസിയർ ആവണോ, കണ്ട എത്രയ്ക്കും സിൻസിയർ ആവണോ, നിങ്ങളുടെ തലയ്ക്ക് നാട്ടി പലതും വന്നു, അതേ ടോണിലാണ് ഇംഗ്ലീഷ് പറയാ. ഷുഡ് യു ബി സിൻസിയർ ലൈക്ക് ദിസ്, ഷുഡ് യു ബി ദാറ്റ് മച്ച് സിൻസിയർ, ഷുഡ് യു ബി സിൻസിയർ, ഷുഡ് യു ബി സീരിയസ്, ഇത്രയും സീരിയസ് ആവണോ, ഇത്രയും സീരിയസ് ആവണോ, കണ്ട തല ഒരു ഇളക്കം വന്നില്ലേ. അതെന്തുകൊണ്ട് ഇംഗ്ലീഷിൽ വരാത്തെ? കാരണം ഇംഗ്ലീഷിന് ആ ചോദ്യങ്ങൾക്ക് സബ് കോൺഷ്യസ് മൈൻഡില് ഒരു വേരോട്ടം കിട്ടിയിട്ടില്ല. ഷുഡ് യു ബി വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് സബ് കോൺഷ്യസ് മൈൻഡിന്റെ സപ്പോർട്ടിൽ നമ്മൾ ചോദിച്ച് പരിചയിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അത്തരം ചോദ്യങ്ങൾ റിയൽ ലൈഫിൽ നമുക്ക് പ്രയോഗിക്കാൻ പറ്റാതെ പോയത്. ഇപ്പോഴും അത് തന്നെയാണ് പ്രോബ്ലം. അപ്പൊ നമ്മൾ അതിനെ ബുദ്ധിപരമായിട്ട് പഠിച്ചത് കൊണ്ട് ഒരു കാര്യമില്ല, ആ ടൈം വേസ്റ്റ് ആണ്. അതിലിപ്പോ എന്താ എത്ര പഠിക്കാനുള്ള? യു ഷുഡ് ബി സിൻസിയർ, അതിൽ ഷുഡ് എന്ന ഓക്സിലറി ഫ്രണ്ടിൽ വെച്ചാൽ അത് ചോദ്യമായി. ഷുഡ് യു ബി സിൻസിയർ കഴിഞ്ഞു, ബുദ്ധിപരമായ പഠനം അവിടെ തീർന്നു. പക്ഷെ അതുകൊണ്ട് ഒരു കാര്യവും കിട്ടാൻ പോകുന്നില്ല. അപ്പൊ അതിന് സബ് കോൺഷ്യസ് ലെവലിലേക്ക് കൊണ്ടുവരാം. അപ്പൊ ഈ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ചോദ്യവും ഉത്തരവും ആദ്യം നിങ്ങൾ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് പറഞ്ഞു പഠിക്കുക. ഷുഡ് യു ബി കോൺഫിഡന്റ് ഇൻ ഇംഗ്ലീഷ്, നിങ്ങൾ ഇംഗ്ലീഷിൽ കോൺഫിഡന്റ് ആവണോ, ഒരു ചോദ്യമാണ്. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? ഓഫ് കോഴ്സ് ഐ ഷുഡ് ബി കോൺഫിഡന്റ്, ഐ ഷുഡ് ബി കോൺഫിഡന്റ്. ടു ബി ഫ്രാങ്ക് ഐ ഷുഡ് ഹാവ് ബീൻ എ പ്രൊഫസർ, വാസ്തവം പറയുകയാണെങ്കിൽ ഞാനൊരു പ്രൊഫസർ ആവേണ്ട ആളായിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഐ ഷുഡ് ബി ആൻഡ് ഷുഡ് ഹാവ് ബീൻ, അതിന്റെ അടുത്തടുത്തുള്ള രണ്ട് സ്ട്രക്ചർ വെച്ചിട്ടാണ് നമ്മൾ ഈ കോമ്പിനേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത്. ഒരു ഐ ഷുഡ് ബീം പറയാ, അത് കഴിഞ്ഞാൽ ഐ ഷുഡ് ഹാവ് ബീനും പറയാ. സിമ്പിൾ. ഇത് എവിടെ വെച്ച് വേണമെങ്കിലും ഏത് തരത്തിലൂടെ വേണമെങ്കിലും നമുക്ക് ഈ കോമ്പിനേഷൻ ക്രിയേറ്റ് ചെയ്യാം. അതിന് അനുയോജ്യമായ രീതിയിൽ കൂടെ അതിന്റെ ഫ്ലോ എളുപ്പമാക്കുന്ന തരത്തിലൂടെയുള്ള ഒരു ഐഡിയ കണക്ഷൻ ഉപയോഗിക്കണം എന്നുള്ളൂ. അപ്പൊ ഇങ്ങനെ ഐഡിയ കണക്ടേഴ്സ് ഏത് ഉപയോഗിക്കണം എന്നുള്ള ആശയക്കുഴപ്പം വരുമ്പോൾ ഉടനെ യൂണിവേഴ്സൽ ഐഡിയ കണക്ടേഴ്സ് ഉപയോഗിക്കുക. ഐ തിങ്ക്, ടു ബി ഫ്രാങ്ക്, ആക്ച്വലി, ഇതിൽ ഏതെങ്കിലും വെച്ചാൽ എന്തും പറയാം. അത്ര എളുപ്പമാണ് ഈ ടെക്നിക്കുകൾ. ഓക്കെ, അപ്പൊ നിങ്ങൾ അതൊന്ന് പറഞ്ഞു പഠിച്ചു നോക്കുക. അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നോക്കിയേ. ഈ ഷുഡ് യു ബി എന്ന് ചോദിച്ചപ്പോൾ തന്നെ ഷുഡ് ഐ ബി, ഞാൻ ഇങ്ങനെ ആവണോ എന്ന് ചോദിക്കാം. അപ്പൊ ഉത്തരം പറയുമ്പോൾ യെസ്, നീ അങ്ങനെ ആവണം എന്ന് നമുക്ക് ഉത്തരം പറയാം. നോക്കി അങ്ങനെ പറയും. ഷുഡ് ഐ ബി ഫ്ലുവന്റ് ഇൻ ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷിൽ ഫ്ലുവന്റ് ആവേണ്ട കാര്യമുണ്ടോ? ഇത്തരം ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഷുഡ് ഐ ബി ഫ്ലുവന്റ്, ഞാൻ ഫ്ലുവന്റ് ആവണോ? എന്താ ആൻസർ? ഓഫ് കോഴ്സ് യു ഷുഡ് ബി ഫ്ലുവന്റ്, തീർച്ചയായിട്ടും നീ ഫ്ലുവന്റ് ആവണം. ഓൺലി ദെൻ യു ക്യാൻ ബി സക്സസ്ഫുൾ ഇൻ യുവർ കരിയർ. ഓൺലി ദെൻ അല്ലെങ്കിൽ ദെൻ ഓൺലി അങ്ങനെയൊക്കെ പറയാം. എങ്കിൽ മാത്രമേ എന്നാണ് ഓൺലി ദെൻ അല്ലെങ്കിൽ ദെൻ ഓൺലി എന്നുള്ളതിന്റെ ഒരു അർത്ഥം വരുന്നത്. ഇവിടെ പക്ഷെ നമ്മള് ദെൻ, എങ്കിൽ എന്ന് മാത്രമേ ഉള്ളൂ. ആ മാത്രമേ പോയിട്ട് അതിന്റെ ആവശ്യമില്ല. ദെൻ യു ക്യാൻ ബി സക്സസ്ഫുൾ, എങ്കിൽ നിനക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റും നിന്റെ ലൈഫിൽ. അപ്പൊ നമ്മൾ ദെൻ വെച്ച് പറയാം. ഇനി ഓൺലി ദെൻ പറയണമെങ്കിൽ അങ്ങനെ പറഞ്ഞോ, വെരി ഗുഡ്. എങ്ങനെ പറയുന്നൊക്കെ? ഏയ് ഷുഡ് ഐ ബി ഫ്ലുവന്റ് ഇൻ ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷിൽ ഫ്ലുവന്റ് ആവുന്ന കാര്യമുണ്ടോ? ഓഫ് കോഴ്സ് യു ഷുഡ് ബി ഫ്ലുവന്റ് ഇൻ ഇംഗ്ലീഷ്, ഓൺലി ദെൻ യു ക്യാൻ ബി സക്സസ്ഫുൾ ഇൻ യുവർ ലൈഫ്, ഇൻ യുവർ കരിയർ. ഇത്തിരി വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട്, അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. അതുമാതിരി നിങ്ങളും ചെയ്ത് പഠിച്ചോ. വ്യത്യാസപ്പെടുത്തേക്ക് മാറ്റി മാറ്റി പറയാം. അപ്പൊ ഈ ഷുഡ് ഐ ബീം, ഷുഡ് യു ബീം, ഇതൊക്കെ വെച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള കോമ്പിനേഷൻ പഠിച്ചു.